രാഘവ് ചദ്ദ അടക്കമുള്ളവർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിൽ രൂക്ഷ വിമർശനവുമായി എ നേതൃത്വം. പഞ്ചാബിലെ ജനങ്ങളെ ബിജെപി വീണ്ടും വഞ്ചിച്ചെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബിജെപി ആസ്ഥാനത്ത് വൻ ആഘോഷങ്ങളോടെയാണ് രാഘവ് ചദ്ദയെയും മറ്റ് 6 പേരെയും സ്വീകരിച്ചത്. വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണിവർ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ടി.ജി. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഈ രാഘവ് ചദ്ദ ബിജെപിയിലേക്ക് പോയേക്കാമെന്നൊരു സൂചന നേരത്തെ തന്നെ ഈ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ 7 എംപിമാർ അടക്കം ബിജെപിയിലേക്ക് പോയതാണ് ഇപ്പോൾ എ.പിയുടെ അടിവേറിറക്കുന്ന നിലയിലൊരു നീക്കമായി പോയത്. ഇനിയിപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ നീക്കം എന്തായിരിക്കും? അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ ഈ പഞ്ചാബ് രാഷ്ട്രീയത്തെ ഇത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും? അനുശ്രീ, അതാണ് ഏറ്റവും പ്രധാനം. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഇതെന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ബി.ജെ.പിയുടെ ഈ നീക്കത്തിന് പിന്നിൽ അവരുടെ ലക്ഷ്യം പഞ്ചാബ് തന്നെയാണ്. ബി.ജെ.പിക്ക് ഇതുവരെയും കാര്യമായ ഒരു രാഷ്ട്രീയ നീക്കവും സാധ്യമല്ലാത്ത പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്കൊരു എൻട്രി ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. 2017 അതായത് 2027 അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള കളമൊരുക്കൽ ബി.ജെ.പി നടത്തി എന്നതാണ് ദേശീയ തലത്തിൽ തന്നെ ഇതിനൊരു വിലയിരുത്തലുണ്ടാവുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്കിട വെക്കുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ബി.ജെ.പിയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ ഉണ്ടാവുന്നത്. ഒന്ന്, അവർക്ക് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ നിയമസഭ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ നീക്കത്തിന് തയ്യാറെടുക്കാം. നേരത്തെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെ ബി.ജെ.പിക്കൊപ്പം എത്തിച്ച് ബി.ജെ.പി ഒരു കളമൊരുക്കൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ പ്രധാനപ്പെട്ട മുഖങ്ങൾ. ഇപ്പോൾ രാജിവെച്ച 7 ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിമാരിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പഞ്ചാബ് രാഷ്ട്രീയം തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് സംഭവിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള ശ്രമത്തിലേക്ക് ബി.ജെ.പി കളമൊരുക്കുന്നു. അതിൻ്റെ തുടക്കമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. രണ്ടാമത്തെ സാധ്യത ബി.ജെ.പിയെ സംബന്ധിച്ച് രാജ്യസഭയിൽ അവർക്ക് കൂടുതൽ കരുത്ത് നേടാനാവുന്നു എന്നതാണ് സാഹചര്യം. പുതിയതായി 7 പേരെ കൂടിയാണ് ബി.ജെ.പി പാളയത്തിലേക്ക് ലഭിക്കുന്നത്. അതോടുകൂടി രാജ്യസഭയിൽ 143 എംപിമാർ അടങ്ങുന്ന ഒരു ചേരിയായി ബി.ജെ.പി NDA സഖ്യം മാറുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനത്തിന് ഇടവെക്കുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ഓപ്പറേഷൻ ലോട്ടസ് എന്നതാണ് ആം ആദ്മി പാർട്ടി ബി.ജെ.പിയുടെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. അതായത് പണം നൽകിക്കൊണ്ട്, പണം ഓഫർ ചെയ്തുകൊണ്ട് ബി.ജെ.പി നടത്തുന്ന വലിയ നീക്കമാണ്. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയ നീക്കത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് ബി.ജെ.പി നടത്തുന്ന ഈ നീക്കത്തെ വലിയ രീതിയിൽ തുറന്നെതിർക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ കുരുക്കുന്ന ഒരു വിഷയം, കൂറുമാറ്റ നിരോധന നിയമം പോലും പ്രയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടാവുന്നത്. കാരണം 10 എംപിമാരിൽ 7 പേരും കൂറുമാറുന്ന സാഹചര്യത്തിൽ അത് കൂറുമാറ്റ നിരോധന നിയമം പ്രയോഗിക്കാൻ പോലും സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അവരെ കുഴയ്ക്കുന്ന ഒരു വിഷയം. പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകും തുടങ്ങിയ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയമായും അല്ലാതെയും ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്ന, വലിയ തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കിടവയ്ക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.